നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിലെ ഷോപ്പുകളിൽ മോഷണങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം UK-യിലെ കടകളിൽ മോഷണങ്ങൾക്ക് സാക്ഷികളായി എന്ന് 55,000 ജനങ്ങളാണ് രേഖപ്പെടുത്തിയത്. ക്രിമിനലുകൾ കൂടുതൽ അപകടകാരികൾ ആയതോടെ ഷോപ്പ് ജീവനക്കാർക്ക് ശാരീരികമായ അക്രമവും നേരിടേണ്ടി വരുന്നതായി ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യത്തിനു വേണ്ടി മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ഒപ്പീനിയൻ നടത്തിയ സർവേയിൽ പറയുന്നു. സർവേയിൽ നോട്ടിംഗ്ഹാം റീറ്റെയിൽ കുറ്റകൃത്യങ്ങളുടെ ആസ്ഥാനമായി മാറിയെന്ന് കണ്ടെത്തി. ഇംഗ്ലണ്ടിലും വെയിൽസിലും 200 പൗണ്ടിൽ താഴെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ലഭിക്കില്ല എന്നുള്ളതാണ് ക്രിമിനൽ സംഘങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. സ്കോട്ട്ലൻഡിൽ മലയാളി വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. തൃശൂർ സ്വദേശി ഏബലിനെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 വയസ്സുകാരനായ ഏബൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തി വരികയാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്റ്റെർലിംഗ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ഇടയിലെ കലാ-സാംസ്കാരിക മേഖലകളിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ആളായിരുന്നു ഏബൽ. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാനാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും താൽപ്പര്യപ്പെടുന്നത്. ലേബറിന്റെ NHS-ലെ പരിഷ്കരണത്തിൽ 30,000 തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമെന്ന് റിപ്പോർട്ട്. NHS ഇംഗ്ലണ്ടിൽ സമൂലമായ മാറ്റങ്ങളാണ് ലേബർ സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി ഏകദേശം 10,000 പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് തുടക്കത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം 20,000-നും 30,000-നും ഇടയിൽ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ NHS ഇംഗ്ലണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിന്റെ കീഴിലേക്ക് മാറ്റപ്പെടും. ഇത് ആരോഗ്യ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള മാറ്റമായതുകൊണ്ട് നിലവിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങളെയോ നേരിട്ട് ബാധിക്കില്ല. ഈ മാറ്റത്തിലൂടെ കൂടുതൽ ശ്രദ്ധ രോഗികൾക്ക് നൽകുന്ന സേവനങ്ങളിലേക്ക് തിരിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിൽ അധ്യാപക ഒഴിവുകളുടെ നിരക്ക് റെക്കോർഡ് ഉയരത്തിലെന്ന് റിപ്പോർട്ട്. ഇംഗ്ലണ്ടിൽ അധ്യാപക ഒഴിവുകൾ റെക്കോർഡ് ഉയരത്തിലെത്തിയതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം 1006 അധ്യാപകരുടെ ഒഴിവുകൾ നികത്തപ്പെട്ടിട്ടില്ല. ഇത് 2020-ൽ പാൻഡമിക്കിന് മുൻപ് രേഖപ്പെടുത്തിയ നിരക്കിന്റെ ഇരട്ടിയാണ്. വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റം, ശമ്പളത്തിലെ മാന്ദ്യം തുടങ്ങിയ ഘടകങ്ങളാണ് ഈ വർധനവിന് പിന്നിൽ. 6500 വിദഗ്ധ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ കൂടുതൽ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്ത വർഷം 233 മില്യൺ പൗണ്ട് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും അധ്യാപന തൊഴിലിന് കൂടുതൽ ആകർഷകമാക്കാനുള്ള നടപടികൾ ആവശ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവർത്തന നിലവാരം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ട്യൂബ് ഡ്രൈവർമാരുടെ ജോലി സമയത്തിൽ ഇളവ് നൽകി. ഏകദേശം 70,000 പൗണ്ട് വരുമാനം നേടുന്ന ഡ്രൈവർമാർക്ക് ആഴ്ചയിൽ 5 ദിവസം എന്നതിനു പകരം 4 ദിവസത്തേക്ക് ചുരുക്കാൻ അനുവദിക്കുന്ന ഒരു ഓഫർ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. സ്ലെഫ്, RMT എന്നിവ ഉൾപ്പെടെയുള്ള യൂണിയനുകളുമായുള്ള ചർച്ചകളുടെ ഭാഗമാണ് ഈ നിർദ്ദേശം. ഹൈക്കോടതിയിൽ രഹസ്യ വിചാരണ നേരിടാനൊരുങ്ങി ആപ്പിൾ. UK-യുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കെതിരായ ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വതന്ത്ര കോടതിയായ ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രൈബ്യൂണലാണ് കേസ് പുനഃപരിശോധിക്കുക. ആപ്പിളിന്റെ അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള തർക്കത്തിലാണ് കമ്പനിയും UK സർക്കാരും. ദേശീയ സുരക്ഷ അപകടങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഈ എൻക്രിപ്റ്റഡ് ഡേറ്റയുടെ ആവശ്യമുണ്ടെന്നാണ് UK ഹോം ഓഫീസ് പറയുന്നത്. ഇതിന് മറുപടിയായാണ് ഉപഭോക്തൃ സ്വകാര്യതയ്ക്കും ഡേറ്റ സുരക്ഷയ്ക്കുമുള്ള പ്രതിബദ്ധതയെ ന്യായീകരിച്ച് ആപ്പിൾ ഈ മാസം ആദ്യം നിയമ നടപടിക്കായി കേസ് ഫയൽ ചെയ്തത്. സംഭവത്തിൽ ഇതുവരെ ആപ്പിൾ പ്രതികരിച്ചിട്ടില്ല. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.